നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഇഫക്ട്സ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. ആൻഡ് അണ്ടർ ദിസ് സെക്ഷൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി വേരിയസ് അറ്റിന്യൂവേഷൻ സോഴ്സസ് ആൻഡ് അതർ സിഗ്നൽ ഡീഗ്രേഡിംഗ് ഫിനോമിനാസ്. അപ്പോൾ ഇതിലെ ലീനിയർ ഇഫക്റ്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ലീനിയർ ഇഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആദ്യം വരുന്നത് അറ്റിന്യൂവേഷൻ ആണ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് റിസീവർ സൈഡിലേക്ക് നമ്മൾ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സെയിം സിഗ്നൽ സ്ട്രെങ്ത്തിൽ തന്നെയല്ല റിസീവർ സൈഡിന് ആ ഒരു സിഗ്നൽ കിട്ടുന്നത്. റിസീവർ സൈഡിലേക്ക് ആ ഒരു സിഗ്നൽ എത്തുമ്പോൾ ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത്തിൽ ഒരു ഡീഗ്രഡേഷൻ എന്തായാലും ഒക്കർ ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത്തിനേലും കുറവ് സിഗ്നൽ സ്ട്രെങ്ത് ഉള്ള ഒരു സിഗ്നലാണ് എന്തായാലും റിസീവറിന് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു എഫക്റ്റ്, ആ ഒരു ഡീഗ്രഡേഷൻ ഒക്കർ ചെയ്യുന്നത് ഈ അറ്റിന്യൂവേഷൻ കാരണമാണ്. ഓക്കെ, സോ ദി ലോസ് ഓഫ് സിഗ്നൽ സ്ട്രെങ്ത് വൈൽ ട്രാവലിംഗ് ത്രൂ ദി ഒപ്റ്റിക്കൽ ഫൈബർ ഫ്രം ദി ട്രാൻസ്മിറ്റിംഗ് എൻഡ് ടു ദി റിസീവിംഗ് എൻഡ് ഈസ് കോൾഡ് അറ്റിന്യൂവേഷൻ. ആ ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നിന്ന് റിസീവിംഗ് എൻഡിലേക്ക് നമ്മളുടെ ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ ആ സിഗ്നലിൽ വരുന്ന ആ സിഗ്നൽ സ്ട്രെങ്ത് ലോസ്, അതിൻ്റെ കാരണമാണ് അറ്റിന്യൂവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് റിസീവർ സൈഡിന് കിട്ടുന്ന ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞു വരും. ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ആ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഒക്കർ ചെയ്യുന്ന അറ്റിന്യൂവേഷൻ കുറവായിരിക്കും കമ്പയർഡ് ടു എ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. കൂടുതൽ ഡിസ്റ്റൻസ് ആ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ അറ്റിന്യൂവേഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അറ്റിന്യൂവേഷൻ്റെ യൂണിറ്റ് dB/km ആയിട്ടാണ് എടുക്കുന്നത്. അതായത് അറ്റിന്യൂവേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ടാണ് നമ്മൾ ആ ഒരു അറ്റിന്യൂവേഷൻ ക്വാണ്ടിറ്റിനെ നമ്മുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ മെൻഷൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ കേസിലും സെയിം ആയിരിക്കില്ല. ഓരോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലും ഓരോ ലെങ്ത് ആയിരിക്കും വരുന്നത്. ആ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ഓരോരോ ഡിസ്റ്റൻസുകളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് അറ്റിന്യൂവേഷൻ മാറി വരും. ഓക്കെ, സോ നമ്മൾ ജനറലി ചെയ്യുന്നത് ആ അറ്റിന്യൂവേഷൻ പെർ യൂണിറ്റ് ലെങ്ത് എന്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ദാറ്റ് വാല്യൂ ഇൻറ്റു ടോട്ടൽ ലെങ്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ അറ്റിന്യൂവേഷൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു ഐഡിയാസ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഇത് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബറാണ്. എൽ ലെങ്ത് ഉള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇൻപുട്ടിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ആ ഒരു ഇൻപുട്ട് സിഗ്നലിൻ്റെ പവറാണ് നമ്മൾ PS ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ വഴി ആ ഒരു സിഗ്നൽ ട്രാവൽ ചെയ്തിട്ട് റിസീവർ സൈഡിൽ കിട്ടുന്ന സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ആ ഒരു റിസീവ്ഡ് സിഗ്നലിൻ്റെ പവറാണ് Pout ആയിട്ട് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു ഇൻറ്റൻസിറ്റിനേക്കാളും വളരെ കുറവാണ് ആ ഒരു റിസീവ്ഡ് സിഗ്നൽ ഇൻറ്റൻസിറ്റി. സോ ഇങ്ങനെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകുന്നത് അറ്റിന്യൂവേഷൻ കാരണമാണ്. ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഈ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഒക്കർ ചെയ്യുന്ന അറ്റിന്യൂവേഷൻ ഇഫക്റ്റ് കാരണമാണ് ഈ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ ഈ അറ്റിന്യൂവേഷൻ്റെ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് ഈ രണ്ട് പവറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. കാരണം ട്രാൻസ്മിറ്റ് ചെയ്ത പവർ ഇതാണ്, റിസീവ് ചെയ്ത പവർ ഇതാണ്. സോ അത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് അറ്റിന്യൂവേഷന് ഇക്വാലൻ്റ് ആയിട്ടുള്ള വാല്യൂ. സോ ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ ദി അറ്റിന്യൂവേഷൻ നമ്പർ ഇൻ ഡെസിബൽ ഈസ് ഈക്വൽ ടു 10 log PS/Pout അല്ലെങ്കിൽ 10 log PS - 10 log Pout.
ആ രണ്ട് ഡെസിബൽ വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ആ ട്രാൻസ്മിറ്റ് ചെയ്ത പവറും റിസീവ് ചെയ്ത പവറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതാണ് നമ്മളുടെ അറ്റന്വേഷന് ഇക്വാലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമുക്ക് ഡെസിമൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ആൻറ്റിലോഗ് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, സോ PS/Pout ഈസ് ഈക്വൽ ടു 10 റേസ് ടു ദിസ് ഡെസിബൽ വാല്യൂ ഡിവൈഡഡ് ബൈ 10 നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറ്റന്വേഷൻ നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത് ഡെസിബൽ പെർ യൂണിറ്റ് ലെങ്ത്തിലാണ്. അതായത് അറ്റന്വേഷൻ പെർ യൂണിറ്റ് ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ ദാറ്റ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ടോട്ടൽ അറ്റന്വേഷൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഈ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ടോട്ടൽ ലെങ്ത്ത് L ആയിട്ടാണ് തന്നിരിക്കുന്നത്. ദെൻ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ അറ്റന്വേഷൻ പെർ യൂണിറ്റ് ലെങ്ത്ത് ആൽഫ dB ആണെങ്കിൽ ആൽഫ dB ഇൻറ്റു L ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ഒക്കർ ചെയ്യുന്ന ആ ഒരു ടോട്ടൽ അറ്റന്വേഷൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് 10 log PS/Pout. ഓക്കെ, സോ ആൽഫ dB ഇൻറ്റു L ഈസ് ഈക്വൽ ടു 10 log PS/Pout ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4.343 ആൽഫ P പെർ കിലോമീറ്റർ. ദെൻ ഈ ഒരു അറ്റന്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ അറ്റന്വേഷൻ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഡിപ്പെൻഡൻ്റ് ആണ്. വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ അറ്റന്വേഷനും ചേഞ്ച് ചെയ്യും. നോർമലി വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അറ്റന്വേഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഒരു ലോ വേവ് ലെങ്ത്തിലുള്ള ഒരു സിഗ്നലാണ് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ അറ്റന്വേഷൻ കൂടുതൽ അഫക്റ്റ് ചെയ്യും. അതേസമയം ഒരു ഹൈ വേവ് ലെങ്ത്തിലുള്ള സിഗ്നലാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴി സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു അറ്റന്വേഷൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. ഓക്കെ, സോ ലോ വേവ് ലെങ്ത്തിൽ അറ്റന്വേഷൻ എഫക്റ്റ് കൂടുതലായിരിക്കും, ഹൈ വേവ് ലെങ്ത്തിൽ അറ്റന്വേഷൻ ഇഫക്റ്റ് കുറവായിരിക്കും. ദെൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രം 700 നാനോമീറ്റർ ടു 1600 നാനോമീറ്റർ വരെയാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നോർമലി യൂസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു അറ്റന്വേഷനാണ് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ കാണാം ലോ വേവ് ലെങ്ത്തിൽ അറ്റന്വേഷൻ കൂടുതലാണ്, വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അറ്റന്വേഷൻ കുറഞ്ഞു വരും. ഓക്കെ, ദെൻ ഈ ഒരു ഗ്രാഫിൽ തന്നെ ഇവർ അബ്സോർപ്ഷൻ്റെ കേസ് കാണിച്ചിട്ടുണ്ട്. ഈ അബ്സോർപ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പഠിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് അറ്റന്വേഷൻ്റെ കേസ് നോക്കാം. അറ്റന്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ലോ വേവ് ലെങ്ത്തിൽ അറ്റന്വേഷൻ കൂടുതലാണ്, ദെൻ വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അറ്റന്വേഷൻ കുറഞ്ഞു വരും. ദെൻ ഈ ഒരു വേവ് ലെങ്ത് റേഞ്ചിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന വിൻഡോ റീജിയൻസ് ആണ് ഈ ഷെയ്ഡഡ് പോർഷൻസ് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. 3 വിൻഡോ റീജിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ വിൻഡോ റീജിയൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിൽ ലോസസ് കുറവായിരിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അറ്റന്വേഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ്റെ കേസ് നമ്മൾ പഠിക്കും. അതേപോലെ കുറേ ലോസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ലോസുകളൊക്കെ കുറവായിട്ട് വരുന്ന ആ വേവ് ലെങ്ത്താണ് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഈ ലോസുകളെല്ലാം കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാത്ത വേവ് ലെങ്ത്തുകൾ വേണം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റന്വേഷനും അബ്സോർപ്ഷനും ഒക്കെ കാരണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ലോസുകളൊക്കെ കാരണം നമുക്ക് റിസീവർ സൈഡിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ അധികം ലോസുകൾ അഫക്റ്റ് ചെയ്യാത്ത, ലോസുകൾ കുറവായിട്ട് വരുന്ന ആ വേവ് ലെങ്ത് റീജിയൻസ് ആണ് നമ്മൾ ഈ ഷെയ്ഡഡ് പോർഷൻ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ഫസ്റ്റ് ലോ ലോസ് വിൻഡോ റീജിയൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അറൗണ്ട് 850 നാനോമീറ്റർ. ഒരു 850 നാനോമീറ്റർ റേഞ്ചിലാണ്, ആ ഒരു പോർഷനിലാണ് നമ്മളുടെ ഫസ്റ്റ് വിൻഡോ റീജിയൻ വരുന്നത്.
ഈ ഒരു ഫസ്റ്റ് ലോ ലോസ് വിൻഡോ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു റീജിയനിലെ അറ്റിന്വേഷൻ ബാക്കി 2 റീജിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. സോ ഫസ്റ്റ് വിൻഡോ റീജിയനിൽ നമുക്ക് വരുന്ന ആ ഒരു അറ്റിന്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 dB/km ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു റീജിയനിൽ നമ്മുടെ ഫസ്റ്റ് വിൻഡോ റീജിയനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ സിലിക്കൺ ബേസ്ഡ് ഫോട്ടോ ഡയോഡ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് വിൻഡോ റീജിയനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ സെക്കൻഡ് ലോ ലോസ് വിൻഡോ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 1300 നാനോമീറ്റർ. ദെൻ ആ ഒരു റീജിയനിൽ വരുന്ന അറ്റിന്വേഷൻ എന്ന് പറയുന്നത് 0.5 dB/km ആണ്. നമ്മളുടെ ഫസ്റ്റ് വിൻഡോ റീജിയനേക്കാൾ കുറവാണ് ഈ സെക്കൻഡ് റീജിയനിലെ അറ്റിന്വേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ കാണാം. ഇവിടെ അറ്റിന്വേഷൻ കൂടുതലാണ്, ഇവിടെ അറ്റിന്വേഷൻ കുറവാണ്. ഓക്കെ, ദെൻ ഈ ഒരു റീജിയനിൽ, ഈ ഒരു വിൻഡോ റീജിയനിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1310 നാനോമീറ്റർ ആണ്. ഈ ഒരു വേവ് ലെങ്ത് ആണ് നോർമലി നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ തേർഡ് വിൻഡോ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു തേർഡ് വിൻഡോ റീജിയൻ വരുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 1550 നാനോമീറ്റർ ആണ്. ദെൻ അവിടെ വരുന്ന അറ്റിന്വേഷൻ എന്ന് പറയുന്നത് 0.2 dB/km ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 വിൻഡോ റീജിയൻസിനേക്കാളും കുറവാണ് ഈ തേർഡ് വിൻഡോ റീജിയനിൽ വരുന്ന അറ്റിന്വേഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തേർഡ് വിൻഡോ റീജിയൻ. ഈ ഒരു തേർഡ് വിൻഡോ റീജിയൻ എന്ന് പറയുന്നത് 1550 നാനോമീറ്റർ വേവ് ലെങ്ത്തിന് അടുത്തായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്ത് തന്നെയാണ് ആക്ച്വലി നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 1550 നാനോമീറ്റർ ആണ് ഈ ഒരു വിൻഡോ റീജിയനിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു വിൻഡോ റീജിയനിൽ 0.2 dB/km ആണ് അറ്റിന്വേഷൻ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ വിൻഡോ റീജിയൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇതിൽ ഏത് വേവ് ലെങ്ത് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റീജിയൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അറ്റിന്വേഷൻ കൂടുതലാണ്, ഇതിനേക്കാളും അറ്റിന്വേഷൻ കുറവായിരിക്കും ഈ ഒരു റീജിയനിൽ, ഇതിനുള്ള അറ്റിന്വേഷൻ കുറവാണ് ഈ ഒരു റീജിയനിൽ. ഓക്കെ, ദെൻ ഇതേപോലെ ബാക്കിയുള്ള ലോസുകളും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പേർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് വിൻഡോ റീജിയനിൽ നമുക്ക് ഡിസ്പേർഷൻ 0 ആണ്. ഓക്കെ, നമ്മുടെ 1300 നാനോമീറ്ററിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു വിൻഡോ റീജിയനിൽ നമുക്ക് 0 ഡിസ്പേർഷനാണ് വരുന്നത്. അതേസമയം തേർഡ് വിൻഡോ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ അറ്റിന്വേഷൻ കുറവാണ്, സെക്കൻഡിനേക്കാളും അറ്റിന്വേഷൻ കുറവാണ്, പക്ഷേ നമ്മുടെ ഡിസ്പേർഷൻ നോൺ 0 ആണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഓരോ കേസുകളും നോക്കിയിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു വേവ് ലെങ്ത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഈ അറ്റിന്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് അറ്റിന്വേഷൻ ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഫൈബർ. മൾട്ടിമോഡ് സിലിക്ക ഫൈബേഴ്സ് ഹാവ് മോർ അറ്റിന്വേഷൻ ആസ് കമ്പയർഡ് ടു സിംഗിൾ മോഡ് സിലിക്ക ഫൈബേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ടും ആ ഒരു അറ്റിന്വേഷൻ മാറും. ഓക്കെ, നമ്മൾ സിംഗിൾ മോഡ് ഫൈബേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ദ സിംഗിൾ മോഡ് ഫൈബേഴ്സ് പൊസസ് ലോവർ അറ്റിന്വേഷൻ ഇൻ ദി സെക്കൻഡ് ആൻഡ് തേർഡ് വിൻഡോ ഓഫ് ഓപ്പറേഷൻ. അതായത് ഈ 1310 നാനോമീറ്റർ വേവ് ലെങ്ത്തിലും ഈ 1550 നാനോമീറ്റർ വേവ് ലെങ്ത്തിലും ഈ സിംഗിൾ മോഡ് ഫൈബേഴ്സിന് അറ്റിന്വേഷൻ കുറവാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ഹോൾ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ കേസ് യൂസ് ചെയ്യും. അതായത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ സിംഗിൾ മോഡ് ഫൈബേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഈ വേവ് ലെങ്ത്തുകൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഓൺ ദി അതർ ഹാൻഡ് മൾട്ടിമോഡ് ഫൈബേഴ്സ് ആർ ഓപ്പറേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ആൻഡ് സംടൈംസ് സെക്കൻഡ് വിൻഡോ. ഈ 850 നാനോമീറ്റർ ആൻഡ് 1310 നാനോമീറ്റർ വേവ് ലെങ്ത്സ് ആണ് നമ്മുടെ മൾട്ടിമോഡ് ഫൈബേഴ്സ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പൊസസ് മോർ അറ്റിന്വേഷൻ അറ്റ് ദിസ് 850 നാനോമീറ്റർ, but this is compensated using a less expensive optical source and hence they are preferred for short distance communication. ഈ ഒരു 850 നാനോമീറ്റർ വേവ് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ
അറ്റിന്വേഷൻ്റെ ഇഫക്റ്റ് കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വേവ് ലെങ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറ്റിന്വേഷൻ കാരണം റിസീവർ സൈഡിലേക്ക് കാര്യമായിട്ട് ആ ഇൻഫർമേഷൻ റീച്ച് ചെയ്യില്ല, അത് കംപ്ലീറ്റ് ഡീഗ്രേഡ് ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 850 നാനോമീറ്റർ വേവ് ലെങ്ത് കോമൺലി യൂസ് ചെയ്യുന്നത്. ദെൻ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള LED അതുപോലെയുള്ള ഒപ്റ്റിക്കൽ സോഴ്സസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു അറ്റിന്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് സ്കാറ്ററിങ്, അബ്സോർപ്ഷൻ ആൻഡ് ബെൻഡിങ് ലോസസ് ആണ്. അപ്പം നമുക്ക് ഈ 3 കേസുകളും ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ലീനിയർ സ്കാറ്ററിങ് പഠിക്കാനായിട്ടുണ്ട്, അബ്സോർപ്ഷൻ ലോസ് പഠിക്കാനായിട്ടുണ്ട്, അതുപോലെ തന്നെ ബെൻഡിങ് ലോസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൾ ദീസ് ആർ മെയിൻലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഫൈബർ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദി ടൈപ്പ് ഓഫ് ഫൈബർ. ദെൻ നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ആ കണക്ഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലീക്ക് ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡും നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ട്രാൻസ്മിറ്ററും ആ ഒരു ഫൈബറും തമ്മിലുള്ള ഒരു കണക്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ലൈറ്റ് ലീക്കായിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ റിസീവർ സൈഡിൽ നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബറും റിസീവറും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മളുടെ സിഗ്നൽ ലീക്കായിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതേപോലെയുള്ള ആ കണക്ഷൻസിൽ നമ്മളുടെ ഇൻഫർമേഷൻ ലോസ് ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഫൈബർ കണക്ഷൻസിൽ വരുന്ന ലോസും ഈ അറ്റിന്വേഷന് ഒരു കാരണമാണ്. ഓക്കെ, then these signal losses occur in fiber components such as connectors, splices and couplers used to interconnect the ഫൈബർ. നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ആ ഇൻ്റർ കണക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷൻസിലും ഇതേപോലെ ലോസുകൾ ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഫൈബർ കണക്ഷൻസ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഒരു ലോസ് ഒക്കർ ചെയ്യും. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് നമ്മളിവിടെ പറഞ്ഞ ഈ അബ്സോർപ്ഷൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ അബ്സോർപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻട്രിൻസിക് അബ്സോർപ്ഷനും വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രിൻസിക് അബ്സോർപ്ഷനും വരുന്നുണ്ട്. നമ്മുടെ ഫൈബർ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇൻട്രിൻസിക് മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. നമ്മുടെ പ്യുവർ സിലിക്ക മെറ്റീരിയലാണ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ ഒരു ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയാലും അവിടെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു മെറ്റീരിയലിൽ ഇപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ള എക്സ്ട്രിൻസിക് മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ടൈമിൽ ഈ ഇമ്പ്യൂരിറ്റീസ് ആഡഡ് ആയിട്ട് ആ ഒരു എക്സ്ട്രിൻസിക് മെറ്റീരിയലാണ് അവിടെ വരുന്നതെങ്കിലും അവിടെയും നമുക്ക് ഈ ഒരു അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് അബ്സോർപ്ഷൻ്റെ റീസൺ വരുന്നത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ആണ്. നമ്മുടെ എക്സ്ട്രിൻസിക് ആ ഒരു ഇഫക്റ്റാണ് അബ്സോർപ്ഷൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. നമ്മുടെ മെറ്റീരിയലിൽ, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം ഒരു അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യും. ഈ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അത് മെറ്റൽ പാർട്ടിക്കിൾസ് വരാം, അല്ലെങ്കിൽ മോയ്സ്ചർ വരാം. ഓക്കെ, then due to these impurities light of a particular wavelength is absorbed and dissipated as heat. ഈ ഇമ്പ്യൂരിറ്റീസ് നമ്മളുടെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ഒപ്റ്റിക്കൽ ഫോമിലുള്ള എനർജിനെ വേറൊരു എനർജി ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അങ്ങനെ അത് ലോസ് ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് കാരണം വരുന്ന അബ്സോർപ്ഷൻ്റെ കേസ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഫിഗറിൽ നമ്മൾ പറഞ്ഞതാണ്. നമ്മളുടെ ഈ OH അബ്സോർപ്ഷൻ്റെ ഒരു പീക്ക് വാല്യൂ വരുന്നത് ഈ 1385 നാനോമീറ്ററിലാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ അബ്സോർപ്ഷൻ്റെ കേസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വേവ് ലെങ്ത്തിൽ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്, ഈ ഒരു വേവ് ലെങ്ത്തിൽ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്, ദെൻ ഈ ഒരു വേവ് ലെങ്ത്തിൽ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. നമ്മുടെ OH അബ്സോർപ്ഷൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ദെൻ ഈ ഒരു അബ്സോർപ്ഷൻ്റെ ഒരു പീക്ക് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ദെൻ ആ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നതാണ് നമ്മളുടെ
1385 നാനോമീറ്റർ. സോ ഈ ഒരു വേവ് ലെങ്ത്തിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മളുടെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ കൂടുതൽ ലോസ് അവിടെ ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിൻഡോ റീജിയൻ ചൂസ് ചെയ്തപ്പോൾ ഈ ഒരു വേവ് ലെങ്ത്ത് നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ അബ്സോർപ്ഷൻ വന്നിരിക്കുന്ന ഈ റീജിയൻ നമ്മൾ ട്രാൻസ്മിഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു വേവ് ലെങ്ത്ത് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അബ്സോർപ്ഷൻസ് കാണാം. സോ ഈ റീജിയനും നമ്മൾ അവോയ്ഡ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ ഈ ലോസുകൾ വരുന്ന റീജിയൻസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അധികം ലോസ് ഇല്ലാത്ത ആ റീജിയൻസ് ആണ് നമ്മളിവിടെ ഈ വിൻഡോ റീജിയൻസ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ അബ്സോർപ്ഷൻ്റെ ഒരു ഡെഫിനീഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് അബ്സോർപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി പോർഷൻ ഓഫ് അറ്റിന്വേഷൻ resulting from the conversion of optical power into another energy form such as heat. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അറ്റിന്വേഷൻ്റെ ഒരു റീസൺ ആണ് ഈ അബ്സോർപ്ഷൻ വരുന്നത്. ഈ അബ്സോർപ്ഷൻ കാരണം ഈ ഒപ്റ്റിക്കൽ പവറിനെ വേറെ ഒരു എനർജി ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ കേസും വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ കേസും വരുന്നുണ്ട്. ആ ഇൻട്രിൻസിക് മെറ്റീരിയലിലും അബ്സോർപ്ഷൻ നടക്കാം, അതേപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് കാരണവും അബ്സോർപ്ഷൻ നടക്കാം. ഓക്കെ, ദെൻ ദി അബ്സോർപ്ഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദീസ് 3 ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദി അറ്റോമിക് സ്ട്രക്ചർ ഓഫ് ഫൈബർ മെറ്റീരിയൽ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് ഇൻ ഫൈബർ മെറ്റീരിയൽ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ബേസിക് ഫൈബർ മെറ്റീരിയൽ. സോ നമ്മളുടെ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയാലും അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാരണം അവിടെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യാം. അതേപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണവും അവിടെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഈ അറ്റോമിക് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ അറ്റോമിക് സ്ട്രക്ചറിൽ വരുന്ന ഡിഫക്ട്സ് കാരണം സച്ച് ആസ് മിസ്സിംഗ് മോളിക്യൂൾസ് ഓർ ഓക്സിജൻ ഡിഫക്ട്സ്, ഇതൊക്കെ കാരണം അവിടെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, ദെൻ വേറൊരു കോസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതാണ്. അതായത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഡിഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് കാരണം അവിടെ ഒരു അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യാം. ഓക്കെ, സോ ദി മെയിൻ കോസ് ഓഫ് അബ്സോർപ്ഷൻ ഈസ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമുക്ക് ഈ ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ്റെയും എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ്റെയും കേസുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ്റെ കേസ് നോക്കാം. സോ ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്യുവർ സിലിക്കയാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് സിലിക്ക മെറ്റീരിയലാണ് ആക്ച്വലി നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളിവിടെ പറഞ്ഞതുപോലെയുള്ള മെറ്റൽ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റോ ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ നമ്മൾ സിലിക്ക മെറ്റീരിയലാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇൻട്രിൻസിക് മെറ്റീരിയൽസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിലിക്കയ്ക്കാണ് ഈ അബ്സോർപ്ഷൻ കുറവായിട്ട് വരുന്നത്. ഓക്കെ, സോ സിലിക്ക ഹാസ് ലോ അബ്സോർപ്ഷൻ പ്രോപ്പർട്ടി ഇൻ ദ റിക്വയർഡ് വേവ് ലെങ്ത് റേഞ്ച് ഫ്രം 700 to 1600 നാനോമീറ്റർ. When we consider the pure silica, it has low absorption due to its basic material structure. ദെൻ ഈ ഒരു പ്യുവർ സിലിക്ക മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആ ഒരു ഫൈബർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ലോ അറ്റിന്വേഷൻ റേഞ്ച് ബിറ്റ്വീൻ ദി അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റീജിയൻസ്. അത് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 700 to 1600 നാനോമീറ്റർ റേഞ്ചാണ്. ദെൻ നമ്മളുടെ അബ്സോർപ്ഷൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു അൾട്രാ വയലറ്റ് പോർഷനും ഇൻഫ്രാറെഡ് പോർഷനും ഇടയ്ക്കാണ് ആ ഒരു ലോ അബ്സോർപ്ഷൻ റീജിയൻ വരുന്നത്. ഓക്കെ, ദെൻ ആ ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് നമ്മളുടെ അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റീജിയൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ലോ അറ്റിന്വേഷൻ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ
അവിടെ വരുന്ന ഒരു ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി സ്റ്റിമുലേഷൻ ഓഫ് ഇലക്ട്രോൺ ട്രാൻസിഷൻസ് വിത്തിൻ ദി ഗ്ലാസ് ബൈ ഹയർ എനർജി എക്സൈറ്റേഷൻ. ഈ ഒരു ഹയർ എനർജി, നമ്മുടെ ഒപ്റ്റിക്കൽ എനർജി കാരണം വരുന്ന ആ ഒരു ഇലക്ട്രോൺ സ്റ്റിമുലേഷൻ കാരണമാണ് ആ ഒരു റീജിയനിൽ നമ്മുടെ ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, then the intrinsic absorption is mainly caused by the interaction of photons with the molecular vibrations within the glass, and the vibrations of silicon oxygen, germanium oxygen, boron oxygen and phosphorus oxygen give rise to absorption. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ഏത് ഇൻട്രിൻസിക് മെറ്റീരിയലാണോ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് സിലിക്കൺ ആണോ ജെർമേനിയം ആണോ, അങ്ങനെ അതിനനുസരിച്ചിട്ട് ആ മെറ്റീരിയലിൽ ഒക്കർ ചെയ്യുന്ന ഈ മോളിക്കുലാർ വൈബ്രേഷൻസ് കാരണം അവിടെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, സോ ഇമ്പ്യൂരിറ്റീസ് ഇല്ല എങ്കിലും നമ്മുടെ ഇൻട്രിൻസിക് മെറ്റീരിയലിൽ ഈ മോളിക്കുലാർ വൈബ്രേഷൻസ് കാരണം അവിടെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യും. അതേപോലെ തന്നെ ഈ ഹയർ എനർജി എക്സൈറ്റേഷൻ കാരണം വരുന്ന ആ ഒരു ഇലക്ട്രോൺ സ്റ്റിമുലേഷൻ കാരണവും അവിടെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ഈ എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ ഇമ്പ്യൂരിറ്റീസ് വരുന്നത് കാരണം ഉണ്ടാകുന്ന അബ്സോർപ്ഷനാണ്. ഓക്കെ, സോ ദി എക്സ്ട്രിൻസിക് അബ്സോർപ്ഷൻ ഈസ് കോസ്ഡ് ബൈ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് സച്ച് ആസ് അയൺ, നിക്കൽ ആൻഡ് ക്രോമിയം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ഫൈബർ മെറ്റീരിയൽ ഡ്യൂറിങ് ഫാബ്രിക്കേഷൻ. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഫാബ്രിക്കേഷൻ ടൈമിൽ അതിൽ ആഡായിട്ട് വരുന്ന ഈ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് കാരണം അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അനദർ മേജർ കോസ് ഈസ് അബ്സോർപ്ഷൻ ഡ്യൂ ടു വാട്ടർ ഡിസോൾവ്ഡ് ഇൻ ഗ്ലാസ്. വാട്ടർ ഇൻ സിലിക്ക ഗ്ലാസ് ഫോംസ് സിലിക്കൺ ഹൈഡ്രോക്സിൽ or SiOH bonds which are bonded into the glass structure and have stretching vibrations between 2700 and 4200 നാനോമീറ്റർ. ഈ ഒരു വേവ് ലെങ്തിലാണ് ആക്ച്വലി ആ ഒരു വൈബ്രേഷൻസ് ഒക്കർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു വേവ് ലെങ്ത് റേഞ്ചിലല്ല. പക്ഷേ the harmonics or overtones of the fundamental absorption occur at 1.38, 1.25 and 0.95 മൈക്രോമീറ്റർ. ഈ വേവ് ലെങ്ത്തിൻ്റെ ആ ഹാർമോണിക്സ് നമുക്ക് ഈ പറഞ്ഞ വേവ് ലെങ്ത്തിൽ ഒക്കർ ചെയ്യും. 1.38, 1.25 ആൻഡ് 0.95 മൈക്രോമീറ്റർ വേവ് ലെങ്സിൽ ഒക്കർ ചെയ്യും. ഓക്കെ, ഈ 3 ഹാർമോണിക്സ് ആണ് നമ്മൾ ഈ ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫിഗറിലും ആ അബ്സോർപ്ഷൻ്റെ കേസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ 3 കേസുകൾ. ഓക്കെ, സോ ഈ 3 ഹാർമോണിക് വേവ് ലെങ്സിൽ നമുക്ക് അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ OH അബ്സോർപ്ഷൻ്റെ ആ ഒരു മാക്സിമം വാല്യൂ വരുന്നത് ഈ ഒരു 1.38 മൈക്രോമീറ്റർ വേവ് ലെങ്ത്തിലാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് ഈ ലീനിയർ എഫക്ട്സിൽ ലീനിയർ സ്കാറ്ററിങ്ങും പഠിക്കാനായിട്ടുണ്ട്, അതേപോലെ തന്നെ ബെൻഡിങ് ലോസസും പഠിക്കാനായിട്ടുണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.